നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ പാട്ടുത്സവത്തിന് നാളെ സമാപനമാവും. അയ്യപ്പൻ കളം പാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക. ഉത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ പാലും വെള്ളരിയും കളംപാട്ടും നടന്നു. പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന സംഗീത നൃത്തോത്സവങ്ങൾക്ക് വർണ്ണാഭ ഘോഷയാത്രയോടെ തുടക്കമായി. കനാൽ നികത്തി റോഡ് നിർമ്മിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം വില്ലേജ് ഓഫീസർ തടഞ്ഞു. കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസർ പി രഘുനാഥാണ് നിർമ്മാണ പ്രവൃത്തി തടഞ്ഞത്. സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് പ്രദേശത്തെ പ്രതിഷേധം വകവയ്ക്കാതെ. കരുവാരക്കുണ്ട് മാതൃകാ GLP സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട്ടുകൂട്ടം സംഘടിപ്പിച്ചു. അക്ഷരകൂട്ടം പദ്ധതിയുടെ ഭാഗമായാണ് വീട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള പാലും വെള്ളരി ഇന്ന് നടന്നു. കരുവൻകാവിൽ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ചടങ്ങുകൾ നടന്നത്. കാർഷിക ദേവതയായ കരിങ്കാളിയെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് പാലും വെള്ളരി ചടങ്ങ് നടത്തുന്നത്. നാടുവാഴുന്ന തമ്പുരാൻ തന്റെ പ്രജകളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന സങ്കല്പവും ഇതിനുണ്ട്. പഴയ കാലങ്ങളിൽ പ്രദേശത്തെ 18 കാവുകളിൽ നിന്നുള്ള കോമരങ്ങൾ പാലും വെള്ളരിയിൽ പങ്കെടുത്തിരുന്നതായി പഴമക്കാർ പറയുന്നു. ഈ വർഷം 3 കോമരങ്ങളാണ് പങ്കെടുത്തത്. കാപ്പിൽ കോമരം, പാലക്കോട് കോമരം, തിരുവാലി കോമരം എന്നിവരാണ് പാലും വെള്ളരിയിൽ പങ്കെടുത്തത്. 12 മണിയോടെ പീഠം വയ്ക്കൽ നടന്നു. 1 മണിയോടെ പാലും വെള്ളരിയുടെ പ്രസാദവുമായി സമൃദ്ധിയുടെ പ്രതീകമായി മഞ്ഞളും ശാന്തിയുടെ പ്രതീകമായി അരിയും ഭക്തർക്കു നൽകി. പാലും വെള്ളരി ചടങ്ങിൽ പങ്കെടുത്ത് ഭഗവതിയുടെ അനുഗ്രഹം നേടുവാനായി പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികൾ എത്തിയിരുന്നു. സ്ത്രീകളാണ് കൂടുതലായും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നത്. നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള സംഗീത നൃത്തോത്സവത്തിന് തുടക്കമായി. ആഘോഷങ്ങളുടെ വരവറിയിച്ച് നടത്തിയ ഘോഷയാത്ര വർണ്ണാഭമായി. നിലമ്പൂർ TB പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഫെസ്റ്റിവൽ നഗരിയിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവ് പകർന്നു. ചെറുപ്പുളശ്ശേരി ശിവന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രവ്യമാധുര്യമായി. നിലമ്പൂർ ഗോത്രമൊഴി, തണൽ നാടൻപാട്ട് സംഘം എന്നിവർ അവതരിപ്പിച്ച നാടൻ കലാരൂപങ്ങൾ ദൃശ്യവിരുന്നായി മാറി. മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഫെസ്റ്റിവൽ സംഘാടകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഫെസ്റ്റിവൽ നഗരിയിൽ ഘോഷയാത്ര സമാപിച്ച ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ടൂറിസം മന്ത്രി AP അനിൽകുമാർ, ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആദ്യ ദിവസമായ ഇന്ന് വേദിയിൽ മധു ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മധുരഗീതങ്ങൾ അരങ്ങേറി. നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ വേട്ടയ്ക്കൊരുമകൻ കളംപാട്ടിന് ഇന്ന് സമാപനമാവും. നാളെ അയ്യപ്പൻ കളംപാട്ടാണ് നടക്കുക. നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ കാവിലെ കളംപാട്ടുത്സവം 5ാം ദിവസം പൂർത്തിയാകുന്നതോടെ വേട്ടയ്ക്കൊരുമകൻ പാട്ട് സമാപിക്കും. വഴിപാട് കളംപാട്ട് എന്നറിയപ്പെടുന്ന ഇന്ന് രാവിലെ ഉച്ചപൂജ, ഉഷപൂജ, ഉച്ചപ്പാട്ട്, പായസപൂജ എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാഗസ്വരം, അത്താഴപൂജ, സന്ധ്യാവേല, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയെ തുടർന്ന് ഭഗവാന്റെ തിടമ്പ് കരുവാൻകാവിലേക്ക് എഴുന്നള്ളിച്ചു. മുല്ലയ്ക്കാമ്പാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളത്ത് നടത്തും. എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പഞ്ചാരിമേളം, ഈടുംകൂറും, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയും പാട്ടുപുരയിൽ കളപ്രദക്ഷിണം, കളംപൂജ, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകളും നടക്കും. കളം മായ്ക്കൽ പൂർത്തിയാകുന്നതോടെ വേട്ടയ്ക്കൊരുമകൻ പാട്ട് സമാപിക്കും. നാളെ അയ്യപ്പൻ പാട്ടാണ് നടക്കുക. നിലമ്പൂർ പാട്ടുത്സവം നാളെ സമാപിക്കും. അയ്യപ്പൻ കളം പാട്ടു ദിവസം അഗ്രശാലയിൽ നടക്കുന്ന ശാസ്താപ്രീതി പ്രധാന ചടങ്ങാണ്. നാളെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രത്യേക പൂജകൾ നടക്കും. 10 മണിയോടെ അഗ്രശാലയിൽ ശാസ്താപ്രീതിക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് പാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള നിത്യചടങ്ങുകളും നടക്കും. പാട്ടുപുരയിൽ അയ്യപ്പന്റെ കളമാണ് തീർക്കുക. നാളെ പുറത്തേക്ക് എഴുന്നള്ളത്ത് ഉണ്ടാകില്ല. അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മുല്ലയ്ക്കാമ്പാട്ട് നടത്തും. കുറുപ്പ സമുദായത്തിൽപ്പെട്ട ആളാണ് വെളിച്ചപ്പെടുക എന്നതും പ്രത്യേകതയാണ്. ചടങ്ങുകൾക്ക് ശേഷം ഊരാളന്മാരുടെ സമ്മതത്തോടെ പാട്ടുത്സവ നടത്തിപ്പ് ചുമതലയുള്ള കുറുപ്പ്
കൂറ വലിക്കും. തുടർന്ന് കൊടിമുള മുറിക്കുന്നതോടെ കിഴക്കൻ ഏറനാടിന്റെ ദേശീയ ഉത്സവത്തിന് ഈ വർഷം സമാപനമാകും. കരുവാരക്കുണ്ട് ചേരിപ്പടിയിൽ കനാൽ നികത്തി റോഡ് നിർമ്മിക്കുന്നത് വില്ലേജ് ഓഫീസർ തടഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്കിടയിൽ വീണ്ടും പ്രവൃത്തി ആരംഭിച്ചതോടെയാണ് പ്രവൃത്തി നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത്. സർക്കാർ സ്വകാര്യ വ്യക്തികളിൽ നിന്നും പൊന്നും വില നൽകിയ സ്ഥലത്തെ കനാൽ നികത്തി സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിക്കുന്നതായി പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഇന്നുച്ചയോടെ കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസർ പി രഘുനാഥ് സ്ഥലത്തെത്തിയാണ് നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കനാൽ നികത്തിയതിനെ തുടർന്ന് CPM ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വരികയും കൊടി നാട്ടുകയും ചെയ്തിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും റോഡ് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥലം ഏറ്റെടുത്തത്. എന്നാൽ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നില്ല. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന കനാൽ സർക്കാരിന്റെ സ്ഥലമാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്നാൽ തന്റെ സ്ഥലത്തിലൂടെയാണ് കനാൽ പോകുന്നതെന്നും സർക്കാരിന്റെ അധീനതയിൽ ഇവിടെ സ്ഥലമില്ലെന്നുമാണ് സ്വകാര്യ വ്യക്തി പറയുന്നത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം.